ഇവിടെ നിങ്ങളോടൊപ്പം ഈ പത്തനംതിട്ടയിൽ നടക്കുന്ന വികസിത കേരളം കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വികസിത കേരളം കൺവെൻഷൻ 30 കേന്ദ്രത്തിൽ നടന്നു, ഇനിയും നടക്കും. മെയ് 10 വരെ. ഇന്ന് ഇത് 19ാമത്തെ വികസിത കേരളം കൺവെൻഷനാണ്. ഇനിയും എനിക്ക് ഒരു 11 ഡിസ്ട്രിക്റ്റിൽ പോയി ഈ കൺവെൻഷൻ അവിടെയും നടപ്പിക്കണം. അപ്പൊ ഈ വികസിത കേരളം കൺവെൻഷൻ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഇതെന്താണ് വികസിത കേരളം? അതിന് ഒരു ഷോർട്ടായിട്ട് അതിൻ്റെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ 3.5 കോടി മലയാളികളുടെ വികസനം, 3.5 കോടി മലയാളികളുടെ ക്ഷേമം ആണ് BJPന്റെ ഒരു ലക്ഷ്യം. ഇത് പറയാനാണ് ഈ വികസിത കേരളം കൺവെൻഷൻ നടക്കുന്നത്. അപ്പോ വികസനം, ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഈ വികസനം എന്ന ഒരു വാക്യം, ഒരു കോൺസെപ്റ്റ് ഇവിടെ എത്രയോ കൊല്ലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വേർഡ്, ഒരു വാക്കാണ്. കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്, LDFും പറഞ്ഞിട്ടുണ്ട്. അപ്പോ BJP NDA പറയുമ്പോൾ ഇതിലെന്താണ് വ്യത്യാസം? ഒരു പുതിയ ഐഡിയ ഒന്നല്ലല്ലോ. അവിടെ 10 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി വികസിത് ഭാരത് എന്ന് പറഞ്ഞ് ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ ആ ഒരു പ്രശ്നത്തിന്റെ ഒരു ഉത്തരം കൊടുക്കാനാണ് ഈ വികസിത കേരളം കൺവെൻഷൻ. ആദ്യം എനിക്ക് പറയാൻ ഒരു ആഗ്രഹം, എല്ലാ 5 കൊല്ലം നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ 5 കൊല്ലം ഒരു ഇലക്ഷൻ ഉണ്ടാവും. അത് ലോക്സഭ, അസംബ്ലി അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ. അത് നടക്കും. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു മാൻഡേറ്റ് ആണ്. അപ്പൊ ജനങ്ങൾ ഈ വോട്ട് കൊടുക്കാൻ പോകുമ്പോൾ എന്ത് ചിന്തിച്ചിട്ടാണ്, ആർക്കാണ് അവർ വോട്ട് കൊടുക്കുന്നത്, എന്ത് ചിന്തിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത്? സാധാരണക്കാരും വ്യവസായക്കാരും കർഷകരും യുവാക്കളും മഹിളകളും ഈ വോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അവർ വോട്ട് കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു MP അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ, അവരുടെ ഒരു കൾച്ചർ സംരക്ഷിക്കാൻ, അത് അങ്ങനെ വിചാരിച്ചിട്ടാണ്, അങ്ങനെ ചിന്തിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 75 കൊല്ലമായിട്ട് ഇലക്ഷൻ നടക്കുന്നു. ഇന്ത്യയിൽ മൊത്തം, നമ്മുടെ നാട്ടിലും ജനങ്ങൾ വിശ്വസിച്ച് ഓരോരോ പാർട്ടിക്ക് ഒരു അവസരം കൊടുക്കുന്നു ഭരിക്കാൻ. അപ്പോൾ ഈ അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്താണ് ചെയ്യുന്നത്, ജനങ്ങൾ വിശ്വസിച്ച് ഈ അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്താണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്, മുമ്പോട്ട് വെക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ മുമ്പോട്ട് വെക്കാനുണ്ട്. അപ്പൊ ഞാൻ 3 കാര്യം ഇവിടെ പറയാം.